ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടേ നമ്മളോട് വെളിയിൽ പോകാന്ന് പറഞ്ഞപ്പോൾ കൂട്ടിക്കൊണ്ട് പോകട്ടോ. നമ്മൾ മെട്രോ കയറാൻ നിന്നപ്പോഴേ ചുറ്റിലും ഫുള്ള് പടക്കം പൊട്ടിക്കില്ല കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ട്രെയിൻ വന്നാണ്. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ടേ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലായിരുന്നു കേട്ടോ ഗൈസ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെളിയിൽ പോകുന്ന സമയത്താണെങ്കിൽ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പം അതും കഴിഞ്ഞ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവർ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് പോയിട്ടോ. ആണെന്നുണ്ടെങ്കിലേ കുറെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അതിൽ ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു മാല കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയണേ കേട്ടോ. നമ്മളവിടെ ചെറിയ വയസ്സ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയതാ. ഇട്ട് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വാങ്ങി അങ്ങോട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ മെട്രോ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കട്ടോ ഗൈസ്. പിന്നെ നമ്മൾ മെട്രോന്റെ മുന്നിൽ എത്തിയിട്ടായിരുന്നു കേട്ടോ ഗൈസ്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പൊ ഷവർമ ഉണ്ടപ്പോൾ ജസ്റ്റ് ട്രൈ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഷവർമ വാങ്ങി നേരെ റൂമിലേക്ക് പോകുമ്പോഴായിരുന്നു കേട്ടോ ഗൈസ്. നമ്മുടെ റൂംമേറ്റിനാണെന്നുണ്ടെങ്കിൽ എനിക്കും വ്ലോഗ് എടുക്കണമെന്ന് ചങ്ങായി ക്യാമറ കാര്യങ്ങൾ വാങ്ങിയിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ റൂമെത്തിയപ്പോൾ ഷവർമയും കഴിച്ച് അങ്ങോട്ട് കിടന്നു തുടങ്ങി. അപ്പൊ ഇന്നത്തെ എടുത്തുള്ളൂ. ബൈ ഗൈസ്.